നമ്മൾ ഈ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ എടുക്കുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 3 + 2 ആണ്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ നെക്ക് സർക്കംഫറൻസ് ആണോ ഹെഡ് സർക്കംഫറൻസ് ആണോ ഏത് മെഷർമെൻ്റ് ആണോ എടുക്കുന്നത് അത് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണെന്ന് ഉറപ്പുവരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 3ക്ക് ഈക്വൽ ആക്കുക. എന്നിട്ട് അഡീഷണൽ 2 ചെയിനും കൂടി ഇടുക. ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യത്തെ 3 സ്കിപ്പ് ചെയ്തിട്ട് 4-മത്തതിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. 3 സ്കിപ്പ് ചെയ്യുക. 4th വണ്ണിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ. ആദ്യത്തെ സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഇട്ടോളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ അടുത്തത് അറിയാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി അടുത്തത് നമ്മൾ ചെയിൻ 1 ചെയ്യുക. നമ്മൾ ഈ ആദ്യത്തെ സ്കിപ്പ് ചെയ്ത 3 ചെയിനുകളില്ലേ ആ 3 ചെയിനുകൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഞാനപ്പോൾ ചെയിൻ 1 ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. അടുത്തതിലേക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, അപ്പം ഇങ്ങനെ 2 സെറ്റാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് ചെയിൻ 1 സ്കിപ്പ് 1 സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് അടുത്ത 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം കേട്ടോ ചെയ്യാം. ഇനി നമ്മൾ ചെയിൻ 1 സ്കിപ്പ് 1 അടുത്ത 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം. ഇതാണ് നമ്മളിനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത എന്ത് ചെയ്യണം? ചെയിൻ 1 സ്കിപ്പ് 1 അടുത്ത 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ. പിന്നെ ചെയിൻ 1 സ്കിപ്പ് 1 അടുത്ത 2 ഓരോ ഡബിൾ ക്രോഷ്യ. അതുപോലെ നമ്മൾ ഈ എൻ്റയർ റോ കംപ്ലീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഈ എൻ്റയർ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ ലാസ്റ്റ് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ആ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് റോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 3 ഈ ചെയിൻ 3 നമ്മളൊരു സ്റ്റിച്ചായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മുടെ ഈ ലാസ്റ്റത്തെ ഈ സ്റ്റിച്ചിലില്ലേ ആ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ. നമ്മളിത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 1 2 3 അപ്പോൾ ടോട്ടൽ 3 എണ്ണമായി നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻ 1 ചെയ്യണം. എന്നിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യ ഇല്ലേ അടുത്ത സെറ്റിൽ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ആ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 എന്നിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ മാത്രം. അതായത് പ്രീവിയസ് റോയിൽ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഇൻക്രീസ് പിന്നെ അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ മാത്രം. അടുത്തത് ചെയിൻ 1 റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഇൻക്രീസ് രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ മാത്രം. ആദ്യത്തതിൽ ഇൻക്രീസ് രണ്ടാമത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ മാത്രം. ഓക്കെ, ചെയിൻ 1 റിപ്പീറ്റ് ചെയ്യണം. 3 സെറ്റുകളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ആദ്യത്തതിൽ ഇൻക്രീസ് രണ്ടാമത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ മാത്രം. ചെയിൻ 1 റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഈ എൻ്റയർ റോ 3 സെറ്റുകൾ വീതമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തേൽ ഇൻക്രീസ് പിന്നെ രണ്ടാമത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ പിന്നെ ചെയിൻ 1 ഇത് നമ്മൾ എൻ്റയർ റോയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ നമ്മുടെ തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ 3 ചെയ്യുക. ഈ ചെയിൻ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യും.
സോ ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. ഈ ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തതിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേന് നമ്മൾ ഒരു സ്റ്റിച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി അടുത്ത സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യയുടെ സൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക. ഇനി ഓരോ ഡബിൾ ക്രോഷ്യയുടെ മുകളിലും ഓരോ വിധം, അതായത് ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 2 3. അപ്പോൾ ടോട്ടൽ 3 എണ്ണമാണ് നമുക്ക് ഈ റോയിൽ വേണ്ടത്. ചെയിൻ 1. ഇനി ഓരോ ഡബിൾ ക്രോഷ്യയുടെ മുകളിലും ഓരോന്ന് വീതം ചെയ്യുക. അതായത് ചെയിൻ 1 ഇനി നമ്മൾ എന്ത് ചെയ്യണം, 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1. അങ്ങനെ 3 എണ്ണത്തിൻ്റെ സെറ്റാണ് നമ്മൾ അടുത്ത റോയിൽ ഫുൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അതായത് 3 എണ്ണം ചെയ്യുന്നു. അടുത്ത് എന്ത് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 എണ്ണം വീതമായിരിക്കും ഈ റോ ഫുൾ നമുക്ക് ഉണ്ടാവുന്നത്. അതായത് ഈ റോ പോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ആ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ. നമ്മൾ ചെയിൻ 3 ചെയ്തത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് ഇവിടെ നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതായത് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. ഇനി അടുത്ത 2 എണ്ണത്തിൽ ഓരോന്ന് വീതം. ടോട്ടൽ 4 എണ്ണം വരും. ആദ്യത്തേൽ ഒരു ഇൻക്രീസ്, പിന്നെ 2 എണ്ണത്തിൽ ഓരോന്ന് വീതം. നമ്മൾ ഇനി എന്ത് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ആദ്യത്തേൽ ഒരു ഇൻക്രീസ് 1 2. അപ്പം ആദ്യത്തേൽ ഇൻക്രീസ് ചെയ്തു. അടുത്ത 2 എണ്ണത്തിൽ ഓരോന്ന് വീതം. ടോട്ടൽ 4 എണ്ണത്തിൻ്റെ സെറ്റ് വരും. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യയുടെ സെറ്റ്. ഓക്കെ, പിന്നെയും ചെയിൻ 1 ചെയ്യുക. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തേൽ ഒരു ഇൻക്രീസ്, അടുത്ത 2 എണ്ണത്തിൽ ഓരോന്ന് വീതം, പിന്നെ ചെയിൻ 1. അങ്ങനെയാണ് നമ്മൾ ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിലെല്ലാത്തിലും നമുക്ക് 4 എണ്ണത്തിൻ്റെ വീതമുള്ള സെറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് 4 എണ്ണത്തിൻ്റെ ഉള്ള സെറ്റ്. നമ്മൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ചെയിൻ 3 എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ ഈ റോയിൽ നമ്മൾ ഇൻക്രീസ് ഒന്നും ചെയ്യുന്നില്ല. ഇൻക്രീസ് ഒന്നും ചെയ്യാതെ ഓരോ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇതൊരു ഡബിൾ ക്രോഷ്യ, ടോട്ടൽ 4 ഡബിൾ ക്രോഷ്യയായി. ചെയിൻ 1. ഇനി അടുത്ത 4 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം. 1 2 3 4. ചെയിൻ 1 ചെയ്യുക. പിന്നെ 4 എണ്ണത്തിൻ്റെ സെറ്റ്. ഇതുപോലെ ഓരോ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഓരോന്ന് വീതം ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. അടുത്തത് ഓരോ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്തു പോകണം. അപ്പോൾ ഈ ഒരു ലൈൻ, ഈ സ്പേസിൻ്റെ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സെറ്റിൽ ഓരോന്നിൻ്റെ മുകളിൽ ഓരോ ഡബിൾ ക്രോഷ്യയും 4 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ 1, അടുത്ത 4 എണ്ണം, ചെയിൻ 1, അടുത്ത 4 എണ്ണം. ഇങ്ങനെ നമ്മൾ ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം.
നമ്മളങ്ങനെ 6 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 2 3 4 5 5 റോ ചെയ്തതിൽ എങ്ങനെ ചെയ്ത് ആദ്യത്തെ റോയിൽ 2 എണ്ണം, രണ്ടാമത്തെ റോയിൽ 3 എണ്ണം, മൂന്നാമത്തെ റോയിൽ 3 എണ്ണം, നാലാമത്തെ റോയിൽ 4 എണ്ണം, അഞ്ചാമത്തെ റോയിൽ 4 എണ്ണം. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത റോയിൽ 5 എണ്ണത്തിൻ്റെ സെറ്റാണ് ചെയ്യണത്. ഇപ്പോൾ 4 എണ്ണത്തിൻ്റെ സെറ്റ് 2 പ്രാവശ്യം ചെയ്തില്ലേ, ഇനി നമ്മൾ 5 എണ്ണത്തിൻ്റെ സെറ്റാണ് ചെയ്യണത്. അതിന് ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം. 1 2 3. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 എണ്ണം ആയിട്ടുണ്ട്. ചെയിൻ 3 നമ്മൾ ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ മൊത്തം 5 എണ്ണമായി. ഇനി ചെയിൻ 1 ചെയ്യുക. ഇനി എല്ലാ സെറ്റിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റിച്ചിൽ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. അതായത് 2 ഡബിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ തന്നെ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഇനി അടുത്ത 3 സ്റ്റിച്ചിലും ഓരോന്ന് വീതം ചെയ്യുക. ഓക്കെ, 5 എണ്ണമായി. 1 2 3 4 5. ഇനി ചെയിൻ 1 ചെയ്യുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, അടുത്ത ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് വീതം. 1 2 3. ഇനി ചെയിൻ 1 ചെയ്യുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. 5 എണ്ണത്തിൻ്റെ സെറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, അടുത്ത 3 എണ്ണത്തിൽ ഓരോന്ന് വീതം. അങ്ങനെ ടോട്ടൽ 5 എണ്ണത്തിൻ്റെ സെറ്റാണ്. അപ്പം ഞാൻ ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഈ റോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് ഇതൊരു യോക്ക് പോർഷൻ ആയിട്ട് യോക്കായിട്ട് നമ്മളിപ്പോൾ കോളറായിട്ടാണ് ചെയ്യുന്നത്. യോക്കായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അടുത്ത റോയിൽ 5 എണ്ണം മാത്രം ചെയ്യാം, അടുത്ത റോയിൽ 6 എണ്ണം, പിന്നെ അതിൻ്റെ അടുത്ത റോയിൽ 6 എണ്ണം, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. നമ്മളിവിടെ ഇത് വെച്ച് നിർത്തുകയാണ്. എന്നിട്ട് നമ്മൾ എഡ്ജിങ് ചെയ്യുവാണ്. അപ്പം അതിന് വേണ്ടി എഡ്ജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇവിടെ നമുക്ക് 5 സ്റ്റിച്ചുകളില്ലേ, 1 2 3 4 5. ഈ 5 എണ്ണത്തിൽ മൂന്നാമത്തതിലേക്ക് 1 2 3 മൂന്നാമത്തതിലേക്ക് നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകണം. ഷെൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 2 3 4 5 6. 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇത് ഷെൽ സ്റ്റിച്ച് ആണ്. ഇനി നമ്മൾ ഈ സ്പേസില്ലേ, ചെയിൻ 1 സ്പേസിലേക്ക് നമ്മളൊരു ഇവിടേക്ക് തന്നെ കേട്ടോ ഫുൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഷെല്ലായി. ഇതാണ് ഷെൽ സ്റ്റിച്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. മൂന്നാമത്തതിലേക്ക് 1 2 3 4 മൂന്നാമത്തതിലേക്ക് 6 ഡബിൾ ക്രോഷ്യ ചെയ്യും. 2 3 4 5 6. ഇനി ഈ ചെയിൻ 1 സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എഡ്ജിങ് ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഈ എൻ്റയർ റോ ഫുൾ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് 6 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ഇതുപോലെ നമുക്ക് ഈ എൻ്റയർ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്ട്രാപ്പും കൂടി ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ, ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ആ റോയിൽ ലാസ്റ്റ് ഷെല്ല് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 3 ടേണിങ് ചെയിൻസ് ഉണ്ടായിരുന്നില്ലേ പ്രീവിയസ് റോയിലെ, അതിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് ഫാസ്റ്റൺ ഓഫ് ചെയ്യുകയാണ്. നമുക്ക് ആ യാൺ അത്യാവശ്യം നീളത്തിൽ നമുക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പോർഷൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ യോക്കായിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോർഷൻ വരെ മതിയാവും. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്ട്രാപ്പ് ഒരെണ്ണം അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കുറച്ച് ചെയിൻസ് നമ്മൾ ചെയ്തിട്ട് ഇപ്പം ഇതുവരെയുള്ള ലുക്ക് കാണിച്ചു തരാം. ഇതായിരിക്കും നമ്മുടെ
ഇതുവരെയുള്ള ലുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി നമ്മൾ ഇവിടെ സ്ട്രാപ്പ് വന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ഡിസൈൻ വരുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ സ്ട്രാപ്പ് പോലെ വന്നിട്ട് ഈ സ്ട്രാപ്പ് ടൈ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം കുറച്ച് ചെയിൻസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിൻസിൻ്റെ ബോർഡറിൽ ഏതെങ്കിലും ഡിസൈൻ ഏതെങ്കിലും കൊടുക്കുക, ഫ്ലവർ കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള നമ്മൾ ചെയിൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇത്ര നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന 3M, ഞാൻ ഇവിടെ ലൂസ് സ്റ്റിച്ചുകളായിരുന്നു ചെയ്തത്. ഞാൻ 3M വെച്ചുള്ള ലൂസ് സ്റ്റിച്ചുകളായിരുന്നു ചെയ്തായിരുന്നത്. ഞാൻ അത് മാറ്റിയിട്ട് എനിക്ക് ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് വേണമെന്ന് തോന്നി ചെയിൻസിന്. അതുകൊണ്ട് ഞാനിവിടെ ചെയിൻസ് ചെയ്യാനായിട്ട്, അതായത് ഒരു സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 mm ഹുക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് ചെയിൻസ് ചെയ്യുവാണ് ഇവിടെ. ഓക്കെ, നമുക്ക് സ്ട്രാപ്പിന് എന്തോരം നീളം വേണമോ അത് ടൈ ചെയ്യാൻ രീതിയിൽ കേട്ടോ, എന്തോരം നീളം വേണമോ അത്രയും ചെയിൻസ് ചെയ്യാം. ഞാനിപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 ചെയിൻസ് മതിയെന്ന് തോന്നുന്നു ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 35 കൊടുത്തു നോക്കാം. 2 3 4 5 ഇത്രയും മതിയാവും നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രത്തോളം നമുക്ക് ടൈക്ക് ലെങ്ത്ത് വേണമോ അത്രയും നമ്മൾ ലെങ്ത്ത് കൊടുക്കുക. ജസ്റ്റ് നോക്കട്ടെ കേട്ടോ, കുറച്ചും കൂടി കൊടുത്തേക്കാം. ഓക്കെ, ഒരു 45 ചെയിൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഹുക്ക് സൈസ് മാറ്റുവാണ്. ഹുക്ക് സൈസ് മാറ്റി ഞാനിവിടെ നേരത്തെ ബോഡി ചെയ്യാൻ വേണ്ടി തന്നെ യൂസ് ചെയ്തിരുന്ന ഹുക്ക് എടുക്കുകയാണ്. നമ്മൾ ഇത് നേരത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് ഞാനാണ്, ഞാനിത് ഇതിനോട് ചേർത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്തിട്ട് ഈ യാണിൻ്റെ ഈ ലൂപ്പും കൂടി ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ കയറ്റുക. ഓക്കെ, കയറ്റിയിട്ട് നമ്മളൊരു ചെയിൻ 1 കൊടുക്കുക. ഇനി നമ്മൾ ഈ ഭാഗം ഈ യാൺ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഓരോ സ്റ്റിച്ചിൽ കൂടിയും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. ഓരോ സ്റ്റിച്ചിൽ കൂടി ഓരോ സിംഗിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ സ്പേസിൻ്റെ അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യം കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഇനി അടുത്ത ചെയിൻ 1 സ്പേസ് ഉണ്ടായിരുന്നില്ലേ, ആ ചെയിൻ 1 സ്പേസിൻ്റെ മുകളിൽ കൂടെ ഒരു സിംഗിൾ ക്രോഷ്യ. അതുപോലെ തന്നെ നമ്മൾ ഈ റോ ഫുൾ അങ്ങനെ തന്നെ ചെയ്യാൻ പോവുകയാണ്. ഓരോ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. സ്പേസിൻ്റെ അവിടെ, അതായത് ചെയിൻ 1 സ്പേസിൻ്റെ അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് നമുക്ക് ഈ അറ്റം വരെ, അടുത്ത അറ്റം വരെ നമുക്ക് ചെയ്തിട്ട് കുറച്ച് സ്ട്രാപ്പും കൂടി ചെയ്യാൻ. അപ്പം അടുത്ത അറ്റം വരെ ഞാൻ ചെയ്തിട്ട് ബാലൻസ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മളിപ്പോൾ ഈ സൈഡ് വരെ അപ്പുറത്തെ വശം വരെ ചെയ്തിട്ടുണ്ട്. ഞാനിനി ഹുക്കും മാറ്റി ചെറിയ ഹുക്കാക്കിയാണ്, കാരണം എനിക്ക് ടൈറ്റ് സ്റ്റിച്ച് വേണ്ടത് കൊണ്ട്. ഞാനിനി നമ്മൾ ഇപ്പുറത്തെ സ്ഥലത്ത് 50 ചെയിൻസ് ഇട്ടത് കൊണ്ട് ഇപ്പുറത്തെ വശത്ത് ഞാൻ 50 ചെയിൻസ് ഇടാണ്. 1 2 3 4 5 ഞാൻ 50 എണ്ണം ഇട്ടിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ 50 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യാൺ അത്യാവശ്യം നീളത്തിൽ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ കോളർ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ യാൺസ് ഒന്ന് സ്യൂ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതായതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. ജസ്റ്റ് ഈ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടി ഒന്ന് സ്യൂ ചെയ്യുക. ഈ യാണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രാപ്പിനാണ് ടൈ എന്നുള്ളതും നമ്മൾ ഈ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഒന്ന് സ്യൂ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. നമുക്കിവിടെ ഒരു ടൈ വരും, 2 ടൈ വരും. നമുക്ക് ഈ ടൈ അങ്ങോട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് യോക്കായിട്ട് യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോളറായിട്ടായാലും യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഓക്കെ, നമുക്കിതൊരു ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ട്രൈ ചെയ്ത് ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ യോക്കായിട്ടായാലും നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്ക് അയച്ചു തരിക.